ഇന്ത്യൻ പെനിൻസുലയിൽ നടക്കുന്ന അട്ടിമറി ശ്രമങ്ങളുടെ ഒരിത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഒത്തിരി നാളൊന്നും ഇങ്ങനെ മുമ്പോട്ട് പോകില്ല. ഒരു സമയം എത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇന്ത്യ ഓൾ ഔട്ട് തിരിച്ചടിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഈ സമയം വരെ വളരെ പക്വതയോട് കൂടിയിട്ട് തിരിച്ച് ആക്രമിക്കാതെ ട്രംപിന് മറ്റേ ആ പാട്ടുണ്ടല്ലോ, നമ്മൾ നാളെയും കാണണ്ടേ ഡമ്മ ചൊട്ടൊരു വെള്ളയപ്പം എന്ന് പറഞ്ഞ പോലെ ഒരു മയത്തിലൊക്കെ അങ്ങനെ അങ്ങോട്ട് പ്രതികരിച്ചും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ നമ്മൾ വളരെ ശക്തമായ സ്റ്റെപ്പുകൾ എടുത്ത്, അതായത് ചൈനയുടെയൊക്കെ തോളയിൽ കൈയിടുക എന്ന് പറയുന്നത്, ഒറ്റ ദിവസം കൊണ്ട് ചൈനയുടെ തോളയിൽ കൈയിടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. നീ എനിക്ക് കച്ചവടം തന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ആളെ നോക്കാൻ അറിയാം. അമേരിക്ക കയറ്റിവിടാൻ പറ്റാതെ പോയ തുണികളൊക്കെ നമ്മൾ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറ്റി വേറെ മാർക്കറ്റുകൾ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലും ബാക്കി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിറ്റയക്കാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാണ്ടൊക്കെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് വരെ നമ്മൾ അമേരിക്ക തിരിച്ച് ആക്രമിച്ചിട്ടില്ല. സ്ട്രാറ്റജിക്കലി ആക്രമിച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു ഒഫൻസീവ് സ്റ്റെപ്പ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല, ടു ബി ഓണസ്റ്റ്. അങ്ങനെ ഒരു സ്റ്റെപ്പുകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് ഇതിലേക്ക് പോകുന്നത്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ വലിയ താമസമില്ല, അങ്ങനെ ഒരു സ്റ്റെപ്പ് നമുക്ക് വലിയ താമസമില്ലാതെ പ്രതീക്ഷിക്കാം. ഓവേർട്ട് ആയിട്ടുള്ള പല സ്റ്റെപ്പുകളും നമ്മൾ എടുത്തിട്ടുണ്ട് താൻ. ബംഗ്ലാദേശിലെ വെസ്റ്റിൻ ഹോട്ടലിൽ ഒരു അമേരിക്കൻ ഏജന്റ് മരിച്ചു കിടക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കൊന്നും അറിയാൻ പാടില്ല. അല്ല, എല്ലാവർക്കും ഓരോ ഡീപ് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കും എന്തെങ്കിലും നമുക്ക്